ഹലോ, ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ചെറിയ ക്ലിപ്സും കാര്യങ്ങളും മാത്രമുള്ളൊരു വ്ളോഗാണ്. ഇതാ രാവിലെ തന്നെ എണീറ്റ് ഉടനെ തന്നെ ബെഡ് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്താൽ തന്നെ നമുക്കൊരു തൃപ്തിയാണല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ബെഡ് അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് മുട്ടക്കറിയും പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് ഓട്ടടയാണ് കേട്ടോ ഉള്ളത്. നല്ല ടേസ്റ്റായിരുന്നു. നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു മുട്ടക്കറി ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ കിച്ചൺ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ലഞ്ചിനുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ ലഞ്ചിന് ഇന്ന് കുമ്പളങ്ങ കറിയും അതുപോലെ ചിക്കൻ വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ കറി ഉമ്മ വെച്ചു, ചിക്കന് ഞാൻ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പേരി ഇന്ന് കോവയ്ക്കേൻ്റെ ഉപ്പേരിയാണ്. കോവയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് വെളിച്ചെണ്ണയും പിന്നെ അതിലോട്ട് കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് സവാള ഇട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്കയും പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെയും വെക്കാറുണ്ട്. പിന്നെ അല്ലാത്ത ടൈമിൽ തേങ്ങയൊക്കെ ചിരകിയിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ഓൾറെഡി തേങ്ങ അരച്ച കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ചിനുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉപ്പേരിയും പിന്നെ ചിക്കൻ ഗ്രേവിയും ഉണ്ടാക്കി, പിന്നെ കുമ്പളങ്ങ കറിയും. ഇത്രയായിരുന്നു ഇന്നത്തെ ലഞ്ചിനുള്ളത്. അങ്ങനെ അതൊക്കെ ആയി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. ലഞ്ചും കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ടൈം ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ അതാ ഈ ഒരു സംഭവം ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു ഐറ്റമാണ് അല്ലേ. നമ്മളെ ആ വുളൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് നാത്തൂൻ്റെ മോള് അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാട്ടോ ഇത്. പക്ഷേ ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം കണ്ടാൽ തോന്നില്ല കേട്ടോ. സംഭവം നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗും പിന്നെ അതുപോലെ ഈ ഒരു മാറ്റും കേട്ടോ ഉണ്ടാക്കിയത്. സംഭവം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നന്നായിട്ടുണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഈവനിങ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അയാനുൻ്റെ കയ്യിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം ഒന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിനും പോയി. അത്രയ്ക്കും